കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ മരിച്ചത് പുക ശ്വസിച്ചതിനെ തുടർന്നല്ലെന്ന് ആശുപത്രി അധികൃതർ. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മാറ്റുന്നതിനിടെ രോഗി മരിച്ചതായി ടി സിദ്ദിഖ് MLA ആരോപിച്ചിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ ഉണ്ടായ സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഇന്നലെ രാത്രി 7:45ഓടെയാണ് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിന്റെ UPS റൂമിൽ നിന്നും പുക ഉയർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുക ഉയർന്ന ഉടനെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ പോലീസും അഗ്നിരക്ഷാസേനയും രോഗികളെ പുക പടർന്ന കാഷ്വാലിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു. നിലവിൽ 200 രോഗികളെയാണ് മാറ്റിയത്. ഇതിൽ 34 പേരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും മാറ്റുന്നതിനിടെ രോഗി മരിച്ചതായി ടി സിദ്ദിഖ് MLA ആരോപിച്ചു. വെന്റിലേറ്ററിലായിരുന്ന വയനാട് കോട്ടപ്പടി സ്വദേശി നസീറയുൾപ്പെടെ 3 പേർ മരിച്ചെന്ന് MLA പറഞ്ഞു. കാഷ്വാലിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവർ മരിച്ചതെന്ന് ബന്ധുക്കൾ അറിയിച്ചു. എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിലൊന്ന്, ഞാനിപ്പോ നസീറ എന്ന് പറയുന്ന 44 വയസ്സുള്ള ഒരു ലേഡി, ഞാനിവിടെ ചോദിച്ച സമയത്ത് എന്നോട് കൃത്യമായി മറുപടി പറഞ്ഞില്ല. അതിനിടയ്ക്കാണ് എനിക്ക് ഒരു വിവരം ലഭിച്ചത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 1-ാം വാർഡിൽ പോയി. പോയ സമയത്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ആ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റണമെങ്കിൽ K-ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പൊ K-ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാർ പറഞ്ഞു. പുക ഉയർന്നതിന്റെ ഭാഗമായല്ല മരണമെന്നും 4 രോഗികളും നേരത്തെ ഗുരുതരാവസ്ഥയിലായിരുന്നതായും പ്രിൻസിപ്പൽ പറഞ്ഞു. 5 ഒരാൾ ബ്രോഡഡ് ആണ്, 4 ഡെത്ത്, 1 എക്കാലെക്സ്, ബാക്കി 2 പേര്, 1 ക്യാൻസറും അതിൻ്റെ കൂടെ കൗണ്ട് കുറഞ്ഞ് ന്യൂമോണിയ ഉള്ളത്, വേറെ 1 ന്യൂമോണിയ ഉള്ളത്. 3-ാമത്തെ കേസാണ് ലിവർ, അതേപോലെ കിഡ്നി 2 ഡാമേജ് ആയിട്ടുള്ള ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ബാക്കി നമ്മളെ എല്ലാവരെയും ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് പേര് സ്വന്തേഷ്ട പ്രകാരമാണ് പോയത് പ്രൈവറ്റിൽ, കുറച്ച് പേര് ബീച്ചിലുണ്ട്. ടോട്ടൽ 5 ഡെത്താണ്. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല ഒരു ഡെത്ത്, ബ്രോഡഡ് അല്ലേ. അപ്പോൾ 2 മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ ഓട്ടോപ്സി ചെയ്യണമല്ലോ. മറ്റേത് നമ്മൾ ബന്ധുക്കളോട് നാളെ സംസാരിച്ചിട്ട് എന്താ വേണ്ട അനുസരിച്ച് ചെയ്യാം. നിലവിൽ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയ എല്ലാ രോഗികൾക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. ബീച്ച് ആശുപത്രിയിൽ നമ്മുടെ ഹെൽത്ത് ഓഫീസർ കൂടിയുണ്ട്. അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ ഇവിടുന്ന് പേഷ്യൻസിനെ കൊണ്ടുപോയാൽ തന്നെ അവിടെ ഇവരെയൊക്കെ തന്നെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും അവിടെ അവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതൽ ആശങ്കപ്പെടേണ്ടെന്നാണ് തോന്നുന്നത്. അതിനിടെ അത്യാഹിത വിഭാഗം മുഴുവനും പോലീസ് സീൽ ചെയ്തു. അപകടമുണ്ടായ ബ്ലോക്കാണ് അടച്ചത്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം മാത്രമേ അത്യാഹിത വിഭാഗം തുറക്കൂ. അതേസമയം കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗ സേവനം ലഭ്യമാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനവും ബീച്ച് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.